വെൽക്കം ടു മിൻറ്റ് ദ റൈറ്റ് ഗൈഡൻസ്. ഇന്ന് നമ്മൾ ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമുക്ക് മാക്സിമം മാർക്സ് വാങ്ങിക്കാൻ പറ്റുക, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നൊക്കെയായിരിക്കും കാണാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതേപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. നമ്മൾ ഫസ്റ്റ് നമ്മളുടെ സിലബസും പാറ്റേണും ജസ്റ്റ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാണ്. എന്തൊക്കെയാണ് നമ്മുടെ കോറായിട്ട് ചോദിക്കുന്നത്? ഒന്ന് എസ്സേ റൈറ്റിംഗ്, പിന്നെ പ്രെസിസ്, അതേപോലെ തന്നെ ലെറ്റർ റൈറ്റിംഗ്. ഇതാണ് നമുക്ക് 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നത് അല്ലേ. അപ്പോൾ ഫസ്റ്റ് എസ്സേ റൈറ്റിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ എന്താണ് നമ്മളെ ടെസ്റ്റ് ചെയ്യണേ എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ആർഗ്യുമെൻസിനെയും സ്ട്രക്ചറിനെയും ബേസിക് ഗ്രാമറിനെയാണ് അവർ നോക്കുന്നത്. അപ്പം നമ്മളൊരു എക്സാം അപ്രോച്ച് ചെയ്യുമ്പോൾ അവർക്ക് എന്താ വേണ്ടത് എന്നും കൂടെ നമ്മളൊരു ഐഡിയ വെക്കുന്നത് നല്ലതാണ്. കാരണം അപ്പം നമുക്ക് എങ്ങനെയാണ് നമ്മൾ ആൻസർ പ്രസൻറ്റ് ചെയ്യേണ്ടത് എന്നും കൂടെ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് മനസ്സിലാവും. അപ്പോൾ എസ്സേ റൈറ്റിംഗിൽ അവർ എന്തൊക്കെയാണ് നോക്കുന്നത്? നമ്മുടെ ആർഗ്യുമെൻറ്റ്സ് നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ, നമുക്ക് റെലവൻറ്റ് നോളജ് ഉണ്ടോ, അതേപോലെ സ്ട്രക്ചർ നമുക്ക് മര്യാദയ്ക്ക് എസ്സേനെ കറക്റ്റായിട്ട് സ്ട്രക്ചർ ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഇൻട്രോ, ബോഡിയിൽ പല ആർഗ്യുമെൻറ്റ്സ് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതേപോലെ നമ്മൾ ഗ്രാമാറ്റിക്കലി നമുക്ക് പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഗ്രാമാറ്റിക്കലി കറക്റ്റായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ. പിന്നെ പ്രെസിസ് റൈറ്റിങ്ങിൽ എന്താ നോക്കുന്നത്? നമുക്കൊരു വലിയ കാര്യത്തിൽ സമ്മറൈസ് ചെയ്ത് ഷോർട്ട് ആക്കി പറയാൻ പറ്റുന്നുണ്ടോ, ലെജിബിളായിട്ട് സ്വന്തം വാക്കുകളിൽ പറയാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്. ലെറ്റർ റൈറ്റിങ്ങിൽ നമുക്ക് ഫോമാറ്റിങ്ങും പ്രൊഫഷണൽ ടോണും, കാരണം ഇത് അങ്ങനത്തെ ഒരു ജോബ് പ്രൊഫൈലും കൂടെയാണ് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഫോമൽ ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഒരു കാര്യം കൺവേ ചെയ്യണമെങ്കിൽ ഒരു മെസ്സേജ് ഫോമലായിട്ടോ ഇൻഫോർമലായിട്ടോ കൺവേ ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ടോ, ഇതൊക്കെയാണ് അവർ ടെസ്റ്റ് ചെയ്യണത്. പിന്നെ നമ്മളൊക്കെ എന്തറിയുന്നു എന്ന് മാത്രമല്ല, നമ്മൾ എത്ര ഈസി ആയിട്ട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നും കൂടെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. സോ നമ്മുടെ നോളേജ് നമുക്കൊരു വലിയ ബേസ് ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല, നമുക്കത് നന്നായിട്ട് വേറൊരാളോട് കൺവേ ചെയ്യാനും കൂടെ പറ്റണം. അതൊക്കെയാണ് കൂടെ ടെസ്റ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് എസ്സേയുടെ കാര്യം നോക്കാം. എസ്സേയിൽ നമുക്ക് മെയിൻലി വളരെ ഇമ്പോർട്ടൻറ്റ് സ്ട്രക്ചറാണ്. ഇപ്പോൾ നമുക്ക് വളരെ കുറച്ച് പോയിൻറ്റ്സേ ഒരു എസ്സേയിൽ കിട്ടുന്നുള്ളതെങ്കിലും ആ പോയിൻറ്റ്സ് നമുക്ക് നല്ല ഭംഗിയായിട്ട് വളരെ നല്ല സ്ട്രക്ചറിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മാർക്സ് കൂടാനുള്ള ചാൻസ് കൂടാണ്. അപ്പോൾ എസ്സേക്ക് നമ്മളൊരു 3 പാർട്ട് റൂളാണ് കൺസിഡർ ചെയ്യുന്നത്. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ. നമ്മുടെ 10 to 15% ഓഫ് ദി എസ്സേ ഇൻട്രൊഡക്ഷൻ ആയിരിക്കണം. ടോപ്പിക് ഡിഫൈൻ ചെയ്യുക, സ്റ്റേറ്റ് യുവർ തീസിസ്, അല്ലെങ്കിൽ ഒരു റെലവൻറ്റ് ഹുക്ക് ഓർ കോട്ട് യൂസ് ചെയ്യുക. ബേസിക്കലി എന്താണ്, ക്യാച്ചി ആയിരിക്കണം നമ്മുടെ ഇൻട്രോ. ക്യാച്ചി ആയതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആ ബേസിക് ആയിട്ടൊരു എക്സ്പ്ലനേഷനും കൂടെ കൊടുക്കാൻ പറ്റണം. ഇപ്പോൾ ഒരു സ്റ്റോറി യൂസ് ചെയ്യുക, കോട്ട് യൂസ് ചെയ്യുകയൊക്കെ ആണെങ്കിൽ യൂഷ്വലി പെട്ടെന്ന് ഭയങ്കര ക്യാച്ചി ആയിട്ട് നമുക്ക് ആ എസ്സേനെ കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ബോഡി ഒരു 70 to 75% ബോഡി ആയിരിക്കണം. 2 to 3 പാരഗ്രാഫ്സ് ആണ് യൂസ് ചെയ്യുന്നത് ഏറ്റവും നല്ലത്. ആ ഒരു പാരഗ്രാഫ്സിൽ നമ്മുടെ വേർഡ് ലിമിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നിന്നിട്ട് നമുക്ക് എസ്സേ എഴുതണമല്ലോ. അപ്പോൾ 2 to 3 പാരഗ്രാഫ്സ് പല ആർഗ്യുമെൻറ്റ്സ് മേക്ക് ചെയ്തിട്ട് വേണം എഴുതാൻ. PL മെത്തേഡ് നോക്കുകയാണെങ്കിൽ പോയിന്റ്, എവിഡൻസ്, എക്സ്പ്ലനേഷൻ, ലിങ്ക് ബാക്ക് ടു ടോപ്പിക്. അപ്പം നമ്മളൊരു പുതിയ പോയിന്റ് പ്രസൻറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് PL മെത്തേഡ് എന്ന് ആലോചിച്ചാൽ മതി. പോയിന്റ് പറയാം, ആ പോയിന്റിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി എവിഡൻസ് കൊടുക്കാം, എന്നിട്ട് ആ പോയിന്റും എവിഡൻസും ഒന്നിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക, എന്നിട്ട് നമ്മളുടെ മെയിൻ ടോപ്പിക്കിലേക്ക് അതിനെ ലിങ്ക് ചെയ്യുക. PL മെത്തേഡ്, പോയിന്റ്, എവിഡൻസ്, എക്സ്പ്ലനേഷൻ ആൻഡ് ദെൻ ലിങ്ക് ബാക്ക് ടു ടോപ്പിക്. ഈ ഒരു ഐഡിയ വെച്ച് നമുക്ക് ഈസി ആയിട്ട് സ്ട്രക്ചർ ചെയ്യാൻ പറ്റും. പിന്നെ കൺക്ലൂഷൻ, നമ്മുടെ സമ്മറൈസിങ് ഓഫ് ആർഗ്യുമെന്റ്സ്, അതാണ് നമ്മുടെ കൺക്ലൂഷൻ ആയിട്ട് വരുന്നത്. ആൻഡ് എപ്പോഴും ഒരു ഓപ്റ്റമിസ്റ്റിക് സൊല്യൂഷൻ ഓറിയൻറ്റഡ് ആയിട്ട് എൻഡ് ചെയ്യാൻ നോക്കും. ഇപ്പോൾ എസ്സേയുടെ ടോപ്പിക്ക് നെഗറ്റീവായിട്ട് ചായ്വുണ്ടെങ്കിലും നമ്മളുടെ എസ്സേ എപ്പോഴും പോസിറ്റീവായിട്ട് തന്നെ എൻഡ് ചെയ്യണം. കാരണം അതാണ് എന്താ പറയുക, നമ്മളൊരു സൊല്യൂഷൻ ഓറിയൻറ്റഡ് ആയിട്ട് വേ ഫോർവേഡ് ആയിട്ടുള്ള ഒരാളാണെന്ന് കാണിക്കാൻ പറ്റണം. ആൻഡ് എക്സ്ട്രീം പൊളിറ്റിക്കൽ ഐഡിയോളജിക്കൽ കാര്യങ്ങളൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഒപ്പീനിയൻസ്, കോർട്ടിൻ്റെ ഒപ്പീനിയൻസ് അല്ലെങ്കിൽ ഒഫീഷ്യൽ ഒപ്പീനിയൻസിലേക്ക് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുക. സ്വന്തം ഒപ്പീനിയൻസ് അത്രയും കോൺട്രവേഴ്ഷ്യൽ ആണെന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ബാലൻസ്ഡ്, ലീഗലി സൗണ്ട്, കോൺസ്റ്റിറ്റ്യൂഷണൽ പെർസ്പെക്റ്റീവ്സ് ഉള്ള ഒപ്പീനിയൻസ് ആണെങ്കിലാണ് ഏറ്റവും റെലവൻ്റ് ആയിട്ട് ഉണ്ടാവുന്നത്. ഇപ്പോൾ നമ്മൾ കുറച്ച് പഴയ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളത്. ലൈഫ് ഇസ് എ കോൺസ്റ്റന്റ് നെഗോസിയേഷൻ, കുറച്ച് ഫിലോസോഫിക്കൽ ആയിട്ടുള്ള എസ്സേസ് ഉണ്ട് അല്ലേ. ആറ്റിറ്റ്യൂഡിനൽ ഇമ്പാക്ട് ഓഫ് കോവിഡ് പാൻഡമിക് ഓൺ ഹ്യൂമൻ കൈൻഡ്, ലെസൺസ് ദാറ്റ് കേരള ലേൺ ഫ്രം ദ ഫ്ലഡ്സ് ഓഫ് 2018. ഇത് രണ്ടും റെലവൻറ്റ് ടോപ്പിക്സ് എന്നാണ് വന്നിട്ടുള്ളത്. ഇസ് ദ പ്രൊലിഫറേഷൻ ഓഫ് ഇലക്ട്രോണിക് മീഡിയ കോസിംഗ് ഡിസിൻറ്റഗ്രേഷൻ ഓഫ് വാല്യൂസ് ഓഫ് സൊസൈറ്റി ആൻഡ് ഫാമിലി ലൈഫ്, ഡിസ്കസ്. ഇത് കുറച്ചുകൂടെ ഒരു സൊസൈറ്റൽ പെർസ്പെക്റ്റീവ് എന്നാണ് വന്നിട്ടുള്ളത്.
അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കറന്റ് ഇവൻറ്റ്സ് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. കറന്റ് ഇവൻറ്റ്സ് യൂസ് ചെയ്യാൻ പറ്റും, പക്ഷേ അത് ഏത് രീതിയിൽ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതാണ്. ഫിലോസോഫിക്കൽ എസ്സേ ആകുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ എന്താ പറയുക, തിയറീസിലേക്ക് അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ ഡെൽവ് ചെയ്യേണ്ടി വരും, കുറച്ചും കൂടെ എക്സ്പ്ലനേഷൻ വേണ്ടി വരും. നേരെ മറിച്ച് ഈ രണ്ടെണ്ണത്തിൽ നമുക്ക് കുറേയും കൂടെ ഫാക്ട്സ് ഡയറക്റ്റ് ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. ലാസ്റ്റ് വൺ ആകുമ്പോൾ നമ്മൾ ചുറ്റുവട്ടം കാണുന്നത് തന്നെ കാര്യങ്ങൾ എങ്ങനെ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നു എന്നും കൂടെ ആയിരിക്കും ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ പല ടൈപ്പ് എസ്സേ ഉണ്ട്. ആ ഓരോ എസ്സേൻ്റെയും കോർ സെയിം ആണെങ്കിലും അപ്രോച്ച് ചെയ്യേണ്ട രീതി വേറെ തന്നെ ആയിരിക്കും. അപ്പോൾ ഓരോ എസ്സേ എന്ത് ടൈപ്പ് എസ്സേ ആണ് എന്ന് ആദ്യം ഫിഗർ ഔട്ട് ചെയ്തിട്ട് എന്നിട്ടാണ് നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് ആലോചിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്കിത് വളരെ എന്താ പറയുക, കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പേപ്പറാണല്ലോ. സാധാരണ PSC പരീക്ഷയൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് തന്നെയാണ്. സ്പെഷ്യലി ഡിസ്ക്രിപ്റ്റീവ് പേപ്പറൊക്കെ നല്ല ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതൊക്കെ വളരെ ഗൈഡഡ് ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയും പഠിക്കാൻ വേണ്ടിയാണ് മിൻറ്റ് നിങ്ങൾക്ക് വേണ്ടി HCAയുടെ ഒരു ബാച്ച് തന്നെ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് തീവ്രം എന്ന് പറഞ്ഞ ബാച്ചാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് മെൻറ്റർഷിപ്പ് ഉണ്ടാവും, ലൈവ് ക്ലാസ് ഉണ്ടാവും, അതേപോലെ റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ടാവും, ഫാക്കൾട്ടി സപ്പോർട്ട് ഉണ്ടാവും, PDF നോട്ട്സ്, പ്രിൻറ്റബിൾ ആയിട്ടുള്ള PDF നോട്ട്സ് ഉണ്ടാവും, ടെസ്റ്റ് സീരീസ് ഉണ്ടാവും. എല്ലാം ആക്സസിബിൾ ആയിട്ട് തന്നെ നിങ്ങൾക്ക് കിടക്കുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് ആക്സസ് ചെയ്യാൻ എത്രയും പെട്ടെന്ന് തന്നെ ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യൂ, 7907365854, അല്ലെങ്കിൽ മിൻറ്റിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്താലും അവിടെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കോഴ്സ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഗൈഡഡ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകാൻ പറ്റും. കാരണം ഇത് ബാക്കി എക്സാംസിനെക്കാളും ഡിഫറെൻ്റ് ആണ് അല്ലേ. അപ്പോൾ അതേപോലെ നമുക്കിതിനെ പഠിക്കാൻ പറ്റില്ല, ഇതിന് ഒരു സെപ്പറേറ്റ് രീതിയിൽ തന്നെ പഠിക്കണം. അപ്പോൾ ഈ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രെസിസ് റൈറ്റിംഗ് ആണ്. അപ്പോൾ നമ്മൾ എസ്സേ റൈറ്റിങ്ങിൻ്റെ കാര്യം നോക്കി, ഇനി പ്രെസിസ് റൈറ്റിംഗ് ബേസിക്കലി ഒരു വലിയ പാരേനെ അല്ലെങ്കിൽ ഒരു വലിയ കോൺസെപ്റ്റിനെ ചെറുതാക്കി എഴുതലാണ്. 1/3 റൂൾ എന്നാണ് പറയുക. അതായത് ഒരു ഒറിജിനൽ പാസേജിനെ നമ്മളൊരു 1/3 ഓഫ് ഇറ്റ്സ് ലെങ്ത് ആക്കി കുറയ്ക്കാൻ പോവാണ് ചെയ്യുന്നത്. ഗ്രൗണ്ട് റൂൾസ് ഓഫ് എ പ്രെസിസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, യൂസ് യുവർ ഓൺ വേർഡ്സ്. സ്വന്തം വേർഡ്സിൽ എഴുതുമ്പോഴാണ് പ്രെസിസിന് ആ ഒരു ക്ലാരിറ്റി, ആ ഒരു ക്വാളിറ്റി കൂടുന്നത്. 1 സിംഗിൾ പാരഗ്രാഫിൽ മാക്സിമം കുറയ്ക്കാൻ നോക്കുക. കാരണം നിങ്ങൾക്ക് 4 പാരഗ്രാഫ്സ് അല്ലെങ്കിൽ 3 പാരഗ്രാഫ്സ് ആയിരിക്കും. ഇപ്പോൾ 1/3 എന്ന് പറയുമ്പോൾ യൂഷ്വലി ഒരു പാരഗ്രാഫിൽ തന്നെ നിർത്താൻ പറ്റുന്ന. അതേപോലെ ടൈറ്റിൽ വളരെ ക്രിസ്പ് ആൻഡ് റെലവൻറ്റ് ടൈറ്റിലായിട്ട് കൊടുക്കണം. എക്സ്പ്ലിസിറ്റ് ആയിട്ട് ചോദിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സമ്മറിനെ ഒരു ടൈറ്റിൽ പറയാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് കാണിക്കാൻ വേണ്ടി ആക്ച്വലി ടൈറ്റിൽസ് യൂസ് ചെയ്യൽ നല്ലതാണ്. പിന്നെ എന്തൊക്കെ വേണ്ട എന്ന് വെക്കണം. ഇപ്പം നമ്മൾ വലിയൊരു പാസേജ് വായിക്കുമ്പോൾ നമുക്ക് എന്താണ് വേണ്ടാന്ന് വെക്കേണ്ടതെന്ന് കൺഫ്യൂഷൻ വരും അല്ലേ. എക്സാമ്പിൾസ്, മെറ്റഫേഴ്സ്, അഡ്ജക്റ്റീവ്സ്, റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെറുതെ പോയിന്റിന് വീണ്ടും ഒരു പോയിന്റ് ഉണ്ടാവും, അതിനെ എംഫസൈസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് ഫൈനൽ പ്രെസിസിലാകെ കൂടെ പോയിന്റ് മാത്രം മതി. ഈ എംഫസൈസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഓർണമെന്റൽ കാര്യങ്ങളൊന്നും നമുക്ക് വേണ്ട. അപ്പോൾ എക്സാമ്പിൾസ് വേണ്ട, മെറ്റഫേഴ്സ് വേണ്ട, റിഡണ്ടന്റ് അഡ്ജക്റ്റീവ്സ് വേണ്ട, റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻസ് നമുക്ക് വേണ്ട. ഇപ്പോൾ നമ്മളൊരു ഇത് എടുത്തു നോക്കുകയാണ്, ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണ്. ഇപ്പോൾ നേരത്തെ ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, സാമുവൽ ജോൺസനെ കുറിച്ചാണ്. ഇവിടെ ഇയേഴ്സ് കൊടുത്തിട്ടുണ്ട്, എത്ര ജനറൽ പർപ്പസ് ഡിക്ഷണറീസ് എന്ന് കൊടുത്തിട്ടുണ്ട്, അതേപോലെ വേർഡ്സ്, വർക്ക്സ് കൊടുത്തിട്ടുണ്ട്, വേറെ ഓഥേഴ്സിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കണ്ടോ കുറേ വർക്ക്സ് കൊടുത്തിട്ടുണ്ട്, ഇയേഴ്സ് ഉണ്ട്, എന്താ നമ്മൾക്ക് അമൗണ്ടുകളുണ്ട്, 1575 pounds എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇത്രയുമുണ്ട്, ഇയേഴ്സ് കൊടുത്തിട്ടുണ്ട്, സ്ഥലങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ എംഫസൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്, ശ്രദ്ധിക്കണം. അപ്പോൾ കണ്ടോ എത്ര എൻട്രീസ് ഉണ്ട്, എത്ര കൊട്ടേഷൻസ് ഉണ്ട്, ഇതൊക്കെ വളരെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ പ്രെസിസ് എഴുതുമ്പോൾ എങ്ങനെയായിരിക്കും എഴുതുക? ആദ്യം ഒരു ടൈറ്റിൽ കൊടുത്തു, സാമുവൽ ജോൺസൺസ് മോണ്യുമെന്റൽ കോൺട്രിബ്യൂഷൻ ടു ദി ഇംഗ്ലീഷ് ഡിക്ഷണറി. ഇതാണ് നമുക്ക് ആ ഇതിൻ്റെ അകത്ത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന വൺ ലൈനർ എന്താണ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാന്ന് ആലോചിച്ചാൽ മതി. പിന്നെ പ്രെസിസിൽ നമ്മൾ ഈ ഒരു ഡേറ്റ് മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. കാരണം ആ ഫുൾ വായിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എങ്ങനെയാണ് ഇത് കൺക്ലൂഷൻ പോലെ വരുമ്പോൾ ഏതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് യൂസ് ചെയ്താൽ മതി. വേറെ എവിടെയും നമ്മൾ ഡേറ്റ്സ് യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ഇവിടെ 30 years എന്നൊക്കെ കൊടുത്തിട്ടില്ലേ, ഇതിന് പകരം നമ്മൾ എന്താണ് ചെയ്തത്? 3 decades എന്ന് എഴുതാണ്. അപ്പം സ്വന്തം വേർഡ്സ് യൂസ് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ സെയിം പോലെയല്ല, ഡിഫറെൻ്റ് ആയിട്ട് തന്നെ എഴുതുന്നത്. ജനറിക് ആയിട്ട് ലണ്ടൻ ബുക്ക് സെല്ലേഴ്സ്, നേരത്തെ ബുക്ക് സെല്ലറിന് പകരം ആക്ച്വൽ എന്താണ് ബുക്ക് സെല്ലർ, ഏതാണ് ആ ബുക്ക് സെല്ലർ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാം ഇപ്പോൾ എലീറ്റ് ബാക്കിംഗ് അല്ല, അക്കാഡമിക് ബാക്കിംഗ് അല്ല, ഇതിനൊക്കെ എവിഡൻസ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ അതൊന്നും എംഫസൈസ് ചെയ്യുന്നില്ല. നമ്മൾ ആ ജനറൽ ഐഡിയ മാത്രം എന്നാണ് നോക്കുന്നത്. അപ്പോൾ പ്രെസിസ് റൈറ്റിങ്ങിന് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? നിങ്ങൾക്ക് ഒരു പോയിന്റും കുറേ എവിഡൻസ് തന്നിട്ടുണ്ടാവും. അപ്പം നിങ്ങൾ ആ പോയിന്റ് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് പ്രെസിസിന് ഏറ്റവും
ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത്. അപ്പോൾ ബേസിക്കലി എന്താണ് ചെയ്യേണ്ടത്, ഒരു പോയിന്റ് ഉണ്ടാവും, അതിന് ബാക്ക് ചെയ്യാൻ കുറേ എവിഡൻസും ആ പാരഗ്രാഫിൽ എന്തായാലും കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ എവിഡൻസ് ഒക്കെ കളഞ്ഞിട്ട് നിങ്ങൾ നേരെ പോയിന്റിലേക്ക് എത്താം. അതാണ് പ്രെസിസ് റൈറ്റിംഗ്. പിന്നെ ലെറ്റർ റൈറ്റിംഗ്. ലെറ്റർ റൈറ്റിങ്ങിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണ്, ഫോമാറ്റ് ആണ്. ഫോമാറ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതാണ് നമുക്ക് ആദ്യം നോക്കേണ്ടത്. നമ്മളുടെ ഇൻഫോർമൽ ലെറ്റർ, ഫോർമൽ ലെറ്റർ എല്ലാത്തിൻ്റെയും ഫോമാറ്റ്സ് നിങ്ങൾക്ക് കാണാപ്പാടായിരിക്കണം. പെർഫെക്റ്റ് അഡ്രസ്സ്, ഡേറ്റ്, റിസീവേഴ്സ് ഡെസിഗ്നേഷൻ, സബ്ജക്ട് ലൈൻ, സാല്യൂട്ടേഷൻ, സൈൻ ഓഫ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ പഠിച്ചു വെക്കണം. അതേപോലെ ബോഡി കൺസൈസ് ആയിരിക്കണം. അതായത് ഒരു കാര്യം പറയുന്നത് നിങ്ങൾ എസ്സേ പോലെ എഴുതി പോയത്, ലെറ്റർ എപ്പോഴും കൺസൈസ് ആയിരിക്കണം. നിങ്ങൾ മനസ്സിലാക്കണം ഒരു ചെറിയ സ്പേസ് ആണുള്ളത്. അപ്പോൾ ആ സ്പേസിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കത് കൺവേ ചെയ്യാൻ പറ്റണം. ഒരു മെസ്സേജ് എഫക്റ്റീവായിട്ട് ഷോർട്ടായിട്ട് എങ്ങനെ കൺവേ ചെയ്യാമെന്നാണ് നിങ്ങളെ ടെസ്റ്റ് ചെയ്യുന്നത്. ഇൻട്രൊഡക്ഷൻ ഓഫ് ദി ഇഷ്യൂ, ഡീറ്റെയിൽസ് ഓർ ഇമ്പാക്ട്, റിക്വസ്റ്റഡ് ആക്ഷൻ. അല്ലെങ്കിൽ എന്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ബേസിക് ആയിട്ടൊരു ബോഡി എഴുതുക. പിന്നെ എന്താണ് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ആശയം എന്നുള്ളതും കൂടെ പ്രസന്റ് ചെയ്യുക. അതാണ് ഒരു ലെറ്റർ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിലോ, റൈറ്റ് എ ലെറ്റർ ടു ദി എഡിറ്റർ ഓഫ് എ ന്യൂസ് പേപ്പർ ഹൈലൈറ്റിംഗ് ദ നീഡ് ഫോർ പ്രിവെന്റിംഗ് ദ ഗ്രോയിങ് menace of depositing waste in public spaces. Write a letter to a friend about a trip. Write a letter to your younger brother in Delhi who urging him to try his hands at the civil service exam. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫോർമൽ ലെറ്റേഴ്സ് ഉണ്ട്, ഇൻഫോർമൽ ലെറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഫോമാറ്റ് ആണ് കീ. ഫോമാറ്റ് വെച്ചിട്ട് ബാക്കി ബോഡി, ഇപ്പം നിങ്ങൾക്ക് എസ്സേ റൈറ്റിംഗ് എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ബോഡി നമുക്ക് ഈസി ആയിട്ട് തന്നെ കൊണ്ടുവരാൻ പറ്റും അല്ലേ. ആ ബോഡി എന്താ ഉദ്ദേശിക്കുന്നതെന്ന് മാത്രം നമ്മളൊന്ന് എഴുതിയാൽ മതി. ബാക്കി ഫോമാറ്റ് എപ്പോഴും കറക്റ്റ് ആയിരിക്കണം. അതിന് തന്നെ നിങ്ങൾക്ക് മാർക്ക് വീഴും അല്ലേ. പിന്നെ നിങ്ങളപ്പോൾ ഇതിനെ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം. അപ്പം നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് എസ്സേ അപ്രോച്ച് ചെയ്യേണ്ടത്, പ്രെസിസ് അപ്രോച്ച് ചെയ്യേണ്ടത്, ലെറ്റർ റൈറ്റിംഗ് അപ്രോച്ച് ചെയ്യേണ്ടതെന്ന്. അപ്പം എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, ഡെയിലി നിങ്ങൾ റീഡ് ചെയ്യുക, എഡിറ്റോറിയൽസ് റീഡ് ചെയ്യുക. ഹിന്ദു അല്ലെങ്കിൽ ഇന്ത്യൻ എക്സ്പ്രസ്, ഹിന്ദു വളരെ നല്ല എഡിറ്റോറിയൽസ് തന്നെയാണ് ഇറക്കുന്നത്. ലീഗൽ, സോഷ്യൽ, കോൺസ്റ്റിറ്റ്യൂഷണൽ ഇഷ്യൂസിൽ ഫോക്കസ് ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് എങ്ങനത്തെ കാര്യങ്ങളാണ് ചോദിക്കുന്നത് എന്ന് നോക്കുക. എന്നിട്ട് നിങ്ങൾ അതിൽ ഫോക്കസ് ചെയ്തിട്ട് തന്നെ എഡിറ്റോറിയൽസ് വായിക്കാൻ തുടങ്ങാം. കമ്പോണൻറ്റ് പ്രാക്ടീസ്, അതായത് 2 എസ്സേ എഴുതുക, 3 പ്രെസിസ് എഴുതുക, 2 ലെറ്റേഴ്സ് എല്ലാ ആഴ്ചയും എഴുതുക. ഇത് ഷോർട്ട് എസ്സേസ്, 250 വേർഡ്സിൻ്റെ എസ്സേസ് ആണല്ലോ, ഇതൊക്കെ നമുക്ക് എഴുതാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാ വീക്കും പ്രാക്ടീസ് ചെയ്തുകൊണ്ട് തന്നെ പോവുക. ഫോക്കസ് ഓൺ ഗെറ്റിംഗ് ദ ഫോമാറ്റ്സ് ഹാർഡ് വയർഡ് ഇൻ യുവർ മെമ്മറി. അത് ലെറ്റർ റൈറ്റിംഗ് ആണെങ്കിലും എസ്സേ ആണെങ്കിലും പ്രെസിസ് ആണെങ്കിലും എങ്ങനെയാണ് അതിന് അപ്രോച്ച് ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് അപ്പം തന്നെ എഴുതി തുടങ്ങാൻ പറ്റണം. നിങ്ങൾക്ക് അവിടെ ആലോചിക്കാനുള്ള ടൈം കിട്ടേണ്ട ആവശ്യം വരരുത് എന്നുള്ളതാണ് നമ്മൾ ഈ പ്രാക്ടീസ് കൊണ്ട് ചെയ്യുന്നത്. ഫുൾ ലെങ്ത് മോക്സ് അറ്റംപ്റ്റ് ചെയ്യാം. ആക്ച്വൽ എക്സാം കണ്ടീഷൻസിൽ ബ്രേക്സ് ഇല്ലാണ്ട് കറക്റ്റായിട്ട് എക്സാം ഡ്യൂറേഷനിലിരുന്ന് അറ്റംപ്റ്റ് ചെയ്യുക. അപ്പം നിങ്ങളുടെ ടൈമിംഗ് എങ്ങനെയാണ്, നിങ്ങൾ എങ്ങനെയാണ് എടുക്കുന്നത്, നിങ്ങൾ എവിടെ ഡിലേ ആവുന്നത്, ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങൾ ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. ഡിസ്ക്രിപ്റ്റീവ് എക്സാം ബാക്കിയുള്ള പേപ്പേഴ്സ് പോലെയല്ല, കുറച്ച് ഡിഫറെൻ്റ് ആണ് അല്ലേ. അപ്പോൾ MCQ പോലെ ഇതിനെ അപ്രോച്ച് ചെയ്തിട്ട് കാര്യമില്ല. ഇതിന് കോൺസ്റ്റൻറ്റ് പ്രാക്ടീസ് വേണം. അതേപോലെ തന്നെ ഇതിന് ആ ഒരു ഫ്ലെയറും വേണം. നിങ്ങൾ വളരെ ഓർണമെൻ്റൽ ആയിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യുക, ഭയങ്കര അടിപൊളി വേർഡ്സ് യൂസ് ചെയ്യുക, അതല്ല ഇവർ ചോദിക്കുന്നത്. നിങ്ങൾക്കൊരു ഐഡിയ എങ്ങനെ കൺവേ ചെയ്യാൻ പറ്റുന്നു, നല്ല സിമ്പിൾ ആയിട്ടുള്ള ഇംഗ്ലീഷ് യൂസ് ചെയ്തിട്ട് എങ്ങനെ കൺവേ ചെയ്യാൻ പറ്റുന്നു എന്നാണ് ഇവർ ചോദിക്കുന്നത്. അപ്പോൾ ആ രീതിയിലേക്ക് എങ്ങനെ എത്തും എന്നുള്ളതായിരിക്കണം നമ്മുടെ എയിം. അപ്പോൾ ഹോപ്പ്ഫുള്ളി എല്ലാവർക്കും ഈ വീഡിയോ ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. മികച്ച പഠനം എൻ്റെ ഒപ്പം. താങ്ക് യു സോ മച്ച്.